ഹായ് എവ്രി വൺ, ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. ഞാനിന്ന് ഡാൻസുമായിട്ടല്ല വന്നിരിക്കുന്നത്, കുറച്ച് ബുക്സായിട്ടാണ്. ഈ അടുത്ത് വായിച്ചു തീർത്ത ലാസ്റ്റ് 2-3 മന്ത്സിൽ വായിച്ചു തീർത്ത കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തേത് ശ്രീ വിഷ്ണു പി.കെൻ്റെ ടു ജാനമൻ എന്ന നോവലാണ്. ഇതാണ് ഞാനിപ്പോൾ അടുത്ത് വായിച്ചു തീർത്ത നോവൽ. ഇതൊരു സിനിമാറ്റിക് നോവലാണ്. കാണാതായ പ്രണയിനിയെ തേടി കഥാനായകൻ നടത്തുന്ന യാത്രയാണ് ഈ നോവൽ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവലാണ്. എന്ത് സംഭവിക്കും നെക്സ്റ്റ്, ഇനി എന്താണ് സംഭവിക്കാൻ പോണേ എന്നുള്ളൊരു ആകാംക്ഷ വായനയിലുടനീളം ഉണ്ട്. പ്രണയമല്ലാതെ എന്ത് ഈ മാത്രയിൽ നാം പരസ്പരം ചേർന്നിരിക്കുവാൻ, ഹൃദയമല്ലാതെ എന്തു നൽകിടും ഞാൻ പ്രപഞ്ചമെന്ന് നീയായിടുമ്പോൾ. അടുത്തത് ലില്ലിപ്പൂക്കളുടെ ഓർമ്മയ്ക്ക് എന്നൊരു പുസ്തകമാണ്. ഇത് വിജി എന്ന എഴുത്തുകാരിയുടെ ആദ്യ കഥാസമാഹാരമാണ്. ചെറുകഥ ചിലപ്പോൾ ചെറിയ ജീവിതത്തിൻ്റെ വലിയ അനുഭവങ്ങളായി മാറുന്നു. അതുപോലെയുള്ള 13 കഥകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണിത്. വായന തുടങ്ങുന്നവർക്ക് പറ്റിയ നല്ലൊരു പുസ്തകമാണ്. അടുത്തത് നിമ്ന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകമാണ്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിഥി എന്നൊരു മെയിൻ ക്യാരക്ടറിലൂടെയാണ് ഈ കഥ സഞ്ചരിക്കുന്നത്. നമ്മളെയോ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ളവരായ ഒരു പറ്റം ആളുകളെ നമ്മൾക്കിതിൽ കാണാനാവും. ഇത് വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ്. നാം നമ്മളെ മനസ്സിലാക്കുക, സ്നേഹിക്കുക, നമ്മൾക്കായി ജീവിക്കുക. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ തന്നെയാണ് എന്നതിലേക്കുള്ള ഒരു വഴികാട്ടി കൂടിയാണ് ഈ പുസ്തകം. എല്ലാവരും വായിച്ചിരിക്കേണ്ട നല്ലൊരു പുസ്തകമാണ്. ഇനി അടുത്തത് ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം എന്ന നോവലാണ്. പേര് പോലെ തന്നെ വളരെ ആഴത്തിലുള്ളൊരു പ്രേമം നമുക്കിതിൽ കാണാനാവും. നീലവും മാധവും തമ്മിലുള്ള അനശ്വരമായ പ്രേമകഥയിലൂടെ നിരുപാധിക സ്നേഹത്തിൻ്റെ പൊരുൾ തേടുന്ന ഒരു നോവലാണിത്. ഒപ്പം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും ആവോളം ആവിഷ്കരിക്കുന്നുണ്ട് ഇവിടെ. ഇനി ഒരിക്കലും ഒരു ഋതുപിറക്കില്ലതുപോലെ നാം പരസ്പരം തൊട്ട മാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചമെന്ന പോൽ. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലും വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥകളുമാണ്. ഇത് പണ്ടൊരിക്കൽ ലൈബ്രറിയിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി വായിക്കണമെന്ന് തോന്നിയതുകൊണ്ട് വായിച്ചതാണ്. അങ്ങനെ കേശവൻ നായരെയും കേശവൻ നായരുടെ സാരാമയെയും ഒരിക്കൽ കൂടി കണ്ടു. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന പുസ്തകത്തിൽ 3 കഥകളാണുള്ളത്. 1 വിശ്വവിഖ്യാതമായ മൂക്ക്, 2 നീതിന്യായം, 3 പഴയൊരു കൊച്ചു പ്രേമകഥ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അധികം പറയേണ്ടതില്ലല്ലോ, ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ എഴുത്ത് കഥകൾ. അടുത്തത് KR മീരയുടെ നേത്രോന്മീലനം എന്ന നോവലാണ്. വളരെ മനോഹരമായുള്ള നോവലാണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള നോവലാണ്. ഇതിൽ ഓരോ കഥാപാത്രങ്ങളും, സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിലും പുരുഷ കഥാപാത്രങ്ങളാണെങ്കിലും വളരെ ഇമോഷണലി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ചില സ്ത്രീകൾ വിട്ടുപോകുമ്പോൾ സ്നേഹിച്ച പുരുഷൻ്റെ കാഴ്ച കൂടി കൊണ്ടുപോകും. മറ്റു ചിലർ പകരം 2 കണ്ണുകൾ സമ്മാനിക്കും. കണ്ണുകെട്ടി കളിക്കാനും പ്രകാശത്തിലേക്ക് തുറക്കാനും 2 കണ്ണുകൾ. ഗബർ എന്ന നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ നോവലാണെങ്കിലും പക്ഷെ അതത്ര ചെറുതല്ല. മതം, പ്രണയം, പൂർണ്ണത, സാമൂഹ്യ സാഹചര്യങ്ങൾ, പൂർവികർ, കൺകെട്ട് വിദ്യ, അങ്ങനെ പലതിലൂടെയും കടന്നു പോകുന്നൊരു നോവലാണിത്. കൺകെട്ട് വിദ്യയിലൂടെ നല്ലൊരു മായാലോകം തന്നെ മീര കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും മകളും തമ്മിലുള്ള സംസാരങ്ങളൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. അതിലൊരു ഭാഗം ഞാൻ വായിക്കാം. ഇതിൽ മകൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ പറഞ്ഞു വരുന്നത്? അച്ഛന് അമ്മയോട് സ്നേഹമില്ലെന്നാണോ? അപ്പോൾ അമ്മ പറയുന്നത്, ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം, അത് ഒരാൾ മറ്റേയാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ്. അതുപോലെ തന്നെ വേറൊരു ഭാഗവും വായിക്കാം. വർഷങ്ങളായി മനം പുരട്ടി നിന്ന ദാമ്പത്യം രക്തം ഛർദ്ദിച്ചു, തൽക്ഷണം മരിച്ചു. അന്നേരവും ഓടിയത് അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ ഒന്നേ പറഞ്ഞുള്ളൂ, ടാഗോർ എഴുതിയത് ഓർത്താൽ മതി,
കൂട്ടിനുള്ളിലാണെങ്കിൽ ചിറക് വിടർത്താൻ ഇടമില്ല, പക്ഷേ പിടിച്ചിരിക്കാൻ അഴിയുണ്ട്. ആകാശത്താണെങ്കിൽ ചിറക് വിടർത്താൻ ഇടമുണ്ട്, പക്ഷേ പിടിച്ചിരിക്കാൻ അഴിയില്ല. ഏതു വേണം, നീയാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനമെടുക്കാൻ അധൈര്യപ്പെട്ടില്ല. കൂടിൻ്റെ അവശേഷിച്ച അഴികൾ ജീർണിച്ചു കഴിഞ്ഞിരുന്നതുകൊണ്ടാകാം. കുഞ്ഞിക്കിളിയെയും കൊണ്ട് പുറത്തു വന്നു. ചിറകു വിടർത്തി പറന്നു. പിടിച്ചിരിക്കാൻ സ്വന്തമായൊരു ചില്ല കണ്ടെത്തി. അതിമനോഹരമായ കാതലുള്ള സംഭാഷണങ്ങൾ. ഇനി അടുത്തത് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലാണ്. എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന നോവൽ. ഇത് അദ്ദേഹത്തെ ജീവിതത്തിലേറെ സ്വാധീനിച്ച സ്ത്രീയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ആത്മകഥാപരമായൊരു നോവലാണിത്. വളരെ ഇമോഷണലായിട്ടുള്ള നല്ലൊരു നോവലാണ്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ 2 അധ്യായങ്ങളെ വായിച്ചു തീർന്നിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും ഞാനത് കംപ്ലീറ്റായി വായിച്ചു തീർത്തിരുന്നു. ഈ നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്ക് എന്നും നല്ലതു വരട്ടെ. ഇനി അടുത്തത് ഞാൻ വായിക്കാത്ത 2 പുസ്തകങ്ങളാണ്. ഒന്ന് അഖിൽ പി ധർമ്മജൻ്റെ രാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകവും അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന പുസ്തകവും. ഇത് രണ്ടും ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പോകുന്ന പുസ്തകമാണ്. വായിച്ചതിന് ശേഷം റിവ്യൂ തരാം. ഇനി നിങ്ങളോടായി കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സമയം എന്ന് പറയുന്നത് ആരും കൊണ്ടുതരുന്ന ഒന്നല്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ആരെയും കാത്തിരിക്കേണ്ടതില്ല. നമ്മൾക്ക് നമ്മെ തന്നെ സന്തോഷിപ്പിക്കാനാവും. തകർന്നുടഞ്ഞു പോകുന്ന സ്വപ്നങ്ങളിൽ നിന്നും വന്നുപതിയുന്ന വിഷാദങ്ങളിൽ നിന്നും കരകയറുവാൻ നമുക്ക് വേറൊരു കരങ്ങളുടെ ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. സ്വന്തം മനസ്സിനേക്കാൾ വലിയ പോരാളിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം റോസ്ന. ലവ് യു ആൾ. ബൈ.